ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജപമാല മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം സഭയുടെ അമ്മയാണ്. വചനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ഈശോ തന്നെ നമുക്ക് അമ്മയായി നൽകുന്ന നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് സഭയുടെ മുഴുവൻ പ്രതിനിധിയായിട്ട് യോഹന്നാനെ പരിശുദ്ധ കന്യകാമറിയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തെ യോഹന്നാനും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനോട് പരിശുദ്ധ കന്യകാമറിയത്തെ അമ്മയായിട്ട് അവർ നൽകുകയാണ്. എന്നിട്ട് അമ്മയോട് പറയാണ്, ഇതാ നിൻ്റെ മകൻ. അതായത് പരിശുദ്ധ കന്യകാമറിയത്തെ ആ വിശ്വാസികളുടെ സമൂഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ആ സമൂഹത്തിന് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈശോ ചെയ്തത്. കുരിശിൻ ചുവട്ടിൽ നിന്ന് ആ സഭയുടെ ഉത്തരവാദിത്വം തന്നെ പരിശുദ്ധ കന്യകാമറിയം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പേടിച്ചരണ്ട ശ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അവരെ സിഹിയോൻ ശാലയിൽ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി ഒരുക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അവിടുന്ന് അങ്ങോട്ട് യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയാണ് സഭയെ നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും സഭയുടെ വിവിധ കാലഘട്ടങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, വിവിധ അവസരങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം സഭയെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണക്ക് പറയുന്നത് 2500ഓളം തവണ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പലരിലൂടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 16 അത്ഭുതങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ സഭ വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തി അത് ശരിയാണ് എന്ന് തെളിയിച്ചിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഇന്നും സഭയെ നയിക്കുവാനായിട്ട് നമ്മുടെ അമ്മയുണ്ട് എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു അമ്മയുടെ സാന്നിധ്യമുണ്ടെന്നുള്ളതാണ്, ഒരു അമ്മയുടെ സ്നേഹമുണ്ടെന്നുള്ളതാണ്. ഈശോയുടെ അമ്മ ഈശോയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ആ അമ്മയുടെ അടുത്ത് നമുക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. എന്തും അമ്മയുടെ അടുത്ത് പറയാം. ആ അമ്മ നമ്മളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുന്ന ഒരമ്മയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഈ വിശ്വാസികളുടെ അല്ലെങ്കിൽ സഭയുടെ അമ്മയാക്കി മാറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എലിസബത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ നോക്കി പറയുന്നൊരു വാചകമുണ്ട്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതുതന്നെയാണ് അബ്രാഹത്തെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു എന്നുള്ളതാണ്. ഹാരാനിലേക്ക് പോകുന്ന അവസരത്തിലും അല്ലെങ്കിൽ തൻ്റെ മകനെ, ഏക മകനെ ബലിയായി കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതേതോ ഒരു ശബ്ദമായിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു വാക്കായിട്ടോ കാണാതെ അത് ദൈവത്തിൻ്റെ വാക്കാണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായും അതനുസരിക്കും. അതായിരുന്നു അബ്രാഹത്തിൻ്റെ ആ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. അതുതന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. മംഗളവാർത്തയിൽ ഗബ്രിയേൽ ദൂതൻ വഴി ദൈവം കൊടുത്ത ആ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവം കൊടുത്ത ആ നിർദ്ദേശങ്ങൾ, മംഗളവാർത്ത ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. അവിടെ തൊട്ട് ആ വിട്ടുകൊടുക്കലിൻ്റെ അനുഭവത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയം കടന്നു പോവുകയാണ്. അബ്രാഹാം തൻ്റെ ഏക മകനെ ബലിയർപ്പിക്കാനായിട്ട് മോറിയ മലയിൽ കൊണ്ടുപോയി അവനെ ആ പീഠത്തിൽ കിടത്തി വെട്ടാനായിട്ട് ഉയർത്തിയപ്പോൾ, ആ വാളുയർത്തിയ സമയത്ത് മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ തടഞ്ഞ് മകനെ കൊല്ലണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ, പുതിയ നിയമത്തിലെ വിശ്വാസികളുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഏക മകനെ
കുരിശിലേക്ക് അനുഗമിച്ചുകൊണ്ട് കുരിശിൽ ബലിയായി അർപ്പിച്ചുകൊണ്ട് നിത്യപിതാവിന് സമർപ്പിക്കുകയാണ്. അവിടെ അമ്മ ചഞ്ചലചിത്തയായില്ല, ഓടിപ്പോന്നില്ല, വേണ്ട എന്ന് പറഞ്ഞില്ല. ഈ ബലി ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ബലിയാണെന്നറിഞ്ഞുകൊണ്ട് തൻ്റെ മകൻ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്നത് കണ്ടുകൊണ്ട് അത് നിത്യപിതാവിന് സമർപ്പിക്കുന്ന ഒരമ്മയായിട്ട് പരിശുദ്ധ കന്യകാമറിയം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിന് വേറെ ഒരു ഉത്തരവില്ല, പരിശുദ്ധ കന്യകാമറിയമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിനോട് കൂടെ നടക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഭയുടെ അമ്മയായി തീർന്നുകൊണ്ട് തൻ്റെ മക്കളെ യേശുവിനോട് കൂടെ ചേർത്തി നടത്തുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് സഹനങ്ങളിലൂടെ അമ്മ കടന്നുപോയി. യേശുവിന് ജന്മം കൊടുക്കുന്ന അവസരത്തിൽ, അത് കഴിഞ്ഞ് ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ, ജോസഫിൻ്റെ വേർപാടിൽ, യേശുവിൻ്റെ പീഡാസഹനത്തിൽ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ എല്ലായിടത്തും ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവരാജ്യത്തിൽ, ഈ ലോകത്തിൽ തന്നെ അംഗമായിട്ടുള്ള വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. എന്താണ് ദൈവരാജ്യത്തിൽ അംഗത്വം എന്ന് പറഞ്ഞാൽ? ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ദൈവരാജ്യത്തിലെ അംഗത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ്. അത് പരിശുദ്ധ കന്യകാമറിയത്തിൽ പൂർത്തിയായതായിട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ സഭയെ നയിച്ചുകൊണ്ട് സഭയുടെ അമ്മയായി, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി പരിശുദ്ധ കന്യകാമറിയം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ജപമാല മാസം ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുന്നൊരു മാസം കൂടിയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അനേകായിരങ്ങൾ, അനേക ലക്ഷങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ തണലിൽ ചേക്കേറിയിരിക്കുകയാണ്. അവിടെ നമുക്ക് ഒരു വലിയ സംരക്ഷണമുണ്ട്, അവിടെ വലിയൊരു സ്നേഹമുണ്ട്, അവിടെ അമ്മയുടെ ഒരു തണലുണ്ട്. ഈ തണലിൽ നമുക്കായിരിക്കാം. സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം, നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ നമ്മളെ വഴി നടത്തട്ടെ. ഈശോയുടെ പക്കൽ എത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ജപമാല മാസത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.